നമസ്കാരം. ജീവിതത്തിൽ ഐശ്വര്യം വരണം, ഗൃഹത്തിൽ സമാധാനം നിറയണം, എല്ലാം മംഗളകരമായി നടക്കണം. എല്ലാവരെയും പോലെ നിങ്ങളും ഇതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? പക്ഷേ എന്തോ ഒരു തടസ്സമുണ്ടല്ലോ. എന്തോ ഒരു കാണാത്ത ശക്തി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? സത്യസന്ധമായി ഒന്ന് പറയൂ. എന്ത് ചെയ്താലും ശരിയാകുന്നില്ല. കയ്യിൽ പണം നിൽക്കുന്നില്ല. വീട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, തുടർച്ചയായി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മനസ്സിനോ സമാധാനം കിട്ടുന്നില്ല. ഇത് സാധാരണ ഒരു പ്രശ്നമല്ല. ദൃഷ്ടിദോഷം നിമിത്തമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതെ, ചിലരുടെ കണ്ണിൽ നിന്നും വരുന്ന ആ ദുഷിച്ച നോട്ടം, അതായത് ദുഷ്ടനോട്ടം, അസൂയ, നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ചില ആളുകളുണ്ടോ എന്നൊന്നും പറയുക. അതായത് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാത്തവർ, നിങ്ങൾ ഉയരുന്നത് കണ്ടാൽ മനസ്സുകൊണ്ട് വിഷമിക്കുന്നവർ. അത്തരത്തിലുള്ള നോട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഈയിടെയായി അനുഭവപ്പെടുന്നുണ്ടോ എന്നൊന്ന് പറയുക. അതായത് വീട്ടിൽ തുടർച്ചയായി അടി, വഴക്ക്, വക്കാണ പ്രശ്നങ്ങൾ, കയ്യാങ്കളിയൊന്നും ഇല്ലെങ്കിൽ പോലും വാക്കുകൾ കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ. പണം വന്നാലോ വീട്ടിൽ നിൽക്കുകയല്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി അങ്ങ് പോകും. അതായത് പെട്ടെന്ന് ചിലവായി പോകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ, മനസ്സിൽ കാരണമില്ലാത്ത ഭയങ്ങൾ, ആശങ്കകൾ, ഉറക്കം പോലും ശാന്തമല്ലാത്ത അവസ്ഥ. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സിഗ്നലായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതായത് ഭയപ്പെടുകയല്ല വേണ്ടത്. ഇത് നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ടോ എന്ന സൂചനയാണ്. ഒഴിവാക്കാൻ ചില ലളിതമായ വഴികൾ ഇന്നത്തെ അധ്യായത്തിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേത് ഉപ്പ് ഉപയോഗിച്ചുള്ള ഒരു ശുദ്ധീകരണമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തത് വീട്ടിന്റെ കോണുകളിൽ വെക്കുക. അതായത് റൂമിൻ്റെതായ മൂലകളിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഉപ്പ് ചേർത്ത് വെക്കുക. ഇത് നെഗറ്റീവ് എനർജി ആകർഷിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ ഗൃഹത്തിലേക്ക്, ഹോളിലേക്ക് ആളുകൾ കടന്നു വരുന്ന ആ സ്വീകരണ മുറിയിൽ വെച്ചാൽ ആളുകളുടെ ദൃഷ്ടി അതിൽ പതിയുകയും നിങ്ങളെ ബാധിക്കാതെ ആ നെഗറ്റീവ് ഊർജം നശിച്ച് പോവുകയും ചെയ്യും. ഇനി രണ്ടാമത് നാരങ്ങയും മുളകുമാണ്. അതായത് വീടിന്റെ പ്രവേശന വാതിൽക്കൽ ഇങ്ങനെ നാരങ്ങയും മുളകും ചേർത്ത് കെട്ടിയിടുകയും ഇത് ദൃഷ്ടിദോഷം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഏറ്റവും നമ്പർ 1 ബെസ്റ്റായ ഒരു പ്രതിവിധിയാണ്. ഇനി മൂന്നാമത്, ദിവസവും വൈകുന്നേരം ഒരു ദീപമെങ്കിലും ഗൃഹത്തിൽ തെളിയിക്കുക എന്നതാണ്. അതായത് പ്രകാശം വരണം. പ്രകാശം വരുമ്പോൾ നെഗറ്റീവ് എനർജിക്ക് ആ ഗൃഹത്തിൽ വസിക്കാൻ പറ്റാതെ വരികയും അത് ഓട്ടോമാറ്റിക്കലി ഗൃഹം വിട്ട് പുറത്തു പോവുകയും ചെയ്യുന്നതാണ്. എല്ലാവരും വീട്ടിൽ ദീപം തെളിയിക്കുന്നവരാണ്, എങ്കിലും ദീപം തെളിയിക്കാതെ ഇരിക്കരുത് എന്നത് ഓർമ്മയിലേക്ക് പറഞ്ഞതാണ്. ഇനി തീർച്ചയായും പ്രാർത്ഥന തന്നെയാണ്. അതായത് വിശ്വാസത്തോടെ ദൈവത്തെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. അത് ഏറ്റവും ശക്തമായ ഒരു സംരക്ഷണ കവചം നിങ്ങൾക്ക് തീർക്കുന്നതാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതം മാറ്റാൻ വലിയ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ചെറിയ വിശ്വാസം അല്ലെങ്കിൽ ചെറിയ ശ്രമങ്ങൾ ഇതൊക്കെയും മതിയാകും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണീർ ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ദോഷങ്ങളിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് ഈ കാര്യമൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്തേ മതിയാകൂ. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഐശ്വര്യം, സമാധാനം ഇവ നിങ്ങളുടെ ജീവിതത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.